നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ട്. വിശദമായ വാർത്തകളിലേക്ക്. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം അറസ്റ്റിൽ. INX മീഡിയയിലേക്ക് ചട്ടം മറികടന്ന് വിദേശ പണം കൊണ്ടുവന്നെന്ന കേസിലാണ് അറസ്റ്റ്. പി ചിദംബരം 2007-ൽ കേന്ദ്ര ധനമന്ത്രിയായിരിക്കുമ്പോൾ 303 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വന്ന കേസിലാണ് അറസ്റ്റ്. രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഈ കേസിലേക്കുള്ള നാൾവഴികൾ എങ്ങനെയാണ് കാർത്തി ചിദംബരത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്? രഞ്ജിത്ത്, മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്തു. ഇന്ന് കാലത്ത് 7 മണിയോടുകൂടിയാണ് അറസ്റ്റ് ഉണ്ടായത്. ലണ്ടനിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയെത്തി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു CBI കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്. പി ചിദംബരം ധനമന്ത്രിയായിരിക്കെ 2007-ൽ ചട്ടം ലംഘിച്ച് വിദേശ നിക്ഷേപം കൊണ്ടുവന്നതെന്നാണ് CBIയുടെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കേസ്. അതായത് INX മീഡിയയിലേക്ക് വിദേശ നിക്ഷേപവുമായി വന്നത് 303 കോടി രൂപയാണ്. എന്നാൽ ചട്ടപ്രകാരം ഇത്രയും തുക അനുവദനീയമല്ല. മറിച്ച് ചട്ടപ്രകാരം അനുവദനീയമായിരുന്നത് 4.62 കോടി രൂപയാണ്. എന്നാൽ ഇതിനായി കാർത്തി ചിദംബരം വഴിവിട്ട് സഹായിച്ചു, ഇടപെടൽ നടത്തി. അതായത് അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിൽ കൂടുതൽ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ ഇടപെടൽ നടത്തിയെന്നാണ് ആരോപിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കേസെടുത്തത്. പിന്നീട് CBIയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്നാൽ CBI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണവുമായി കാർത്തി ചിദംബരം സഹകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് സൂചന. ഏതായാലും ഉച്ചയോടുകൂടി കാർത്തി ചിദംബരത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും. CBI ആസ്ഥാനത്തെത്തി വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പി ചിദംബരം ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നിലവിൽ നീരവ് മോദിയുമായി ബന്ധപ്പെട്ട പഞ്ചാബ് നാഷണൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചിരിക്കുന്നത് അറസ്റ്റ് കൊണ്ടൊന്നും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല, സത്യം വെളിപ്പെടുന്നവരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് രൺദീപ് സുർജേവാലയും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI പി ചിദംബരത്തിന്റെ വസതിയിലടക്കം ചെന്നൈയിലെ വസതിയിലും ഒപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് പി ചിദംബരം ഏതായാലും വ്യക്തമാക്കിയിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, താനും മകനും വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പി ചിദംബരം അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച കാർത്തി ചിദംബരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം കാർത്തി ചിദംബരത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ വഴി ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ കാർത്തി ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാകേഷ്, നമുക്കറിയാം നീരവ് മോദി കേസുമായൊക്കെ ബന്ധപ്പെട്ട് BJP പ്രതിരോധത്തിലായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സ്വാഭാവികമായും നേരത്തെ ചിദംബരത്തിന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തിയപ്പോൾ ഈ കേസും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ളതാണെന്ന് ചിദംബരവും കോൺഗ്രസും ഒക്കെ പറഞ്ഞിരുന്നു. ഈ പുതിയ സംഭവത്തെ BJP എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത? ഒപ്പം കോൺഗ്രസിന്റെ പ്രതിരോധവും എങ്ങനെയായിരിക്കും? രഞ്ജിത്ത്, തീർച്ചയായും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വന്നിട്ടില്ല. പക്ഷേ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം തിങ്കളാഴ്ച മുതൽ, അതായത് 6-ാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും വലിയ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മറ്റു മുതിർന്ന നേതാക്കളും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ കാർത്തി ചിദംബരത്തിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് കൂടി ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ അറസ്റ്റോടുകൂടി വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെ ഈ അറസ്റ്റോടുകൂടി പ്രതിരോധത്തിലാക്കാൻ BJPക്ക് സ്വാഭാവികമായും കഴിയും. കാരണം പഞ്ചാബ് നാഷണൽ ബാങ്ക് അഴിമതി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മറുവശത്ത് BJP പ്രതിരോധം തീർക്കുക ഒരുപക്ഷെ കാർത്തി ചിദംബരത്തിന്റെ അറസ്റ്റ് ഉയർത്തിക്കാട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണം BJP കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. രഞ്ജിത്ത്, രാഗേഷാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. ലണ്ടനിൽ നിന്ന് മടങ്ങി വരുന്ന വഴി ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ്. കേന്ദ്ര സർക്കാരിന്റെ അഴിമതി മറച്ചുവെക്കാനാണ് കാർത്തി ചിദംബരത്തിന്റെ അറസ്റ്റെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആരോപിച്ചു. Classic diversionary tactic by Modi government to hide their own corruption scams
malgovernance and maladministration that have marred this government. In last 10 days alone, scams worth over 30,000 crores have been unearthed, but Prime Minister has not moved the transition from Mon Modi to Bol Modi. Prime Minister remains mum about Chota Modi, that is Nirav Modi, as also Mehul Choksi. Every day, whether it is Rotomac or whether it is Durga Das Seth Jeweller, one more scam gets unearthed. Congress party will not be deterred by unleashing of vendetta against Mr. P. Chidambaram or his family. We will continue to speak the truth. We will continue to expose Modi government's corruption, and we will continue to hold them accountable to people of the country. കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ സിബിഐ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആരോപിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ പുനലൂരിൽ പ്രവാസിയായ സുഗതൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എഐവൈഎഫ് നേതാവ് കസ്റ്റഡിയിൽ. MS ഗിരീഷാണ് കസ്റ്റഡിയിലായത്. എഐവൈഎഫ് കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറിയാണ് ഗിരീഷ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. നേരത്തെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. എഐവൈഎഫ് നടത്തിയ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് ഇത് സ്ഥിരീകരിക്കുന്നതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ്? രഞ്ജിത്ത് അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് MS ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനാപുരം CI പറയുന്നത്. ഇദ്ദേഹത്തെ നേരിട്ട്, അതായത് സുഗതന്റെ വർക്ക്ഷോപ്പിന് വേണ്ടി നിർമ്മിച്ച ഷെഡിൽ നേരിട്ട് കൊടികുത്തുന്നതിന് ഗിരീഷ് ഉണ്ടായിരുന്നില്ല എന്നും, എന്നാൽ അതിന് നിർദ്ദേശം നൽകിയത് കുന്നിക്കോട് മണ്ഡലം ഭാരവാഹി കൂടിയായ ഗിരീഷാണെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗിരീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് 3 പേർ അവിടെ എത്തി കൊടികുത്തിയത്. അതിൽ ഗിരീഷ് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് സുഗതൻ ഗിരീഷുമായി പലതവണ നേരിൽ കണ്ട് ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ രേഖകളടക്കം, അതായത് മരിച്ച സുഗതന്റെയും ഈ ഗിരീഷിന്റെയും അടക്കമുള്ള പ്രദേശത്തെ CPI നേതാക്കളുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കുന്നിക്കോട് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജികുമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഒളിവിലാണ്. കൂടാതെ ഈ സുഗതന്റെ വർക്ക്ഷോപ്പ് ഷെഡ് നിർമ്മിച്ച സ്ഥലത്ത് കൊടികുത്താൻ നേതൃത്വം നൽകിയ ഇമേഷ് അടക്കമുള്ള പ്രവർത്തകരും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയും ഇപ്പോൾ ഇവരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം മരിച്ച ആളുടെ കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. ഇന്നലെ മന്ത്രി P. രാജു വസതിയിലെത്തിയപ്പോൾ തടയുന്ന ഒരു സാഹചര്യം, സ്ത്രീകളടക്കം തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണോ പോലീസിന്റെ പുതിയ നടപടികൾ എന്ന് വേണമോ കരുതാൻ? ഒപ്പം മറ്റ് പ്രതികൾക്കായി കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ കേസിൽ ആദ്യം കുന്നിക്കോട് SIക്കായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ചുമതല. കുന്നിക്കോട് SI ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് കൊട്ടാരക്കര റൂറൽ SP നേരിട്ട് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം ആണ് പത്തനാപുരം CIക്ക് കേസ് കൈമാറുന്നത്. തുടർന്നാണ് ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തുന്നത്. ആദ്യം തുടക്കത്തിൽ ഈ സ്ഥലത്ത് നേരിട്ട് കൊടികുത്താനെത്തിയ പ്രവർത്തകർക്കെതിരെയും മറ്റ് കണ്ടാൽ അറിയാവുന്ന ആൾക്കാർക്കെതിരെയുമാണ് ഈ പ്രേരണാകുറ്റം ചുമത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇവരുടെ ഫോൺ രേഖകളും മറ്റും ശേഖരിച്ച ശേഷം തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൂടുതൽ പേരിലേക്ക്, അതായത് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ച ശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് ആരംഭിച്ചത്. പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഇന്ന് തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം, കാരണം ആത്മഹത്യ ചെയ്ത ശേഷം ഈ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത്. തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് ഉൾപ്പെടെ ഊർജ്ജവുമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതും. തുടർന്ന് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ട് എന്ന് BJP അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം ആരോപിച്ചിരുന്നുവെങ്കിൽ പോലും പോലീസ് അന്വേഷണം കൃത്യമായി നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കസ്റ്റഡിയിലെടുത്തതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ AIYF നേതാവ് കസ്റ്റഡിയിൽ. MS ഗിരീഷാണ് കസ്റ്റഡിയിലായത്. AIYF കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറിയാണ് ഗിരീഷ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ. മറ്റൊരു വാർത്തയിലേക്ക്. കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 1 മാസത്തിലേറെയായി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സരുൺ A. ജോസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സരുണ്, എപ്പോഴായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു എന്നറിയുന്നു. എന്താണ് മറ്റ് വിശദാംശങ്ങൾ?
രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെയാണ് കാഞ്ചീപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 82 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ അസുഖം മൂർച്ഛനെ തുടർന്ന് അദ്ദേഹത്തെ കാഞ്ചീപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. കാഞ്ചി മഠത്തിന്റെ 69ാമത് മഠാധിപതിയാണ് അദ്ദേഹം. 1954 അദ്ദേഹം മഠാധിപതിയായി ചുമതലയേറ്റത്. 1935 തഞ്ചാവൂർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനമുണ്ടായത്. അയോധ്യ തർക്കവും വിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. 2004 ക്ഷേത്രം മാനേജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൻ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. 2013 നവംബറിലാണ് ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഇത് മഠം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. രഞ്ജിത്ത്, കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ദീർഘനാളായി അദ്ദേഹം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സരുണാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെയും അട്ടപ്പാടിയിലെ മധുവിന്റെയും കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുകയാണെന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയായി കേരളമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാഹചര്യം കേരളത്തിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ബിജു ഗോപിനാഥ് അല്പസമയത്തിനകം ചേരും. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു. 3ാമത്തെ ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയമാണ് ഇന്ന് അവതരിപ്പിച്ചത്. പക്ഷേ സ്പീക്കർ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കാനുണ്ടായത്. ബിജു ഗോപിനാഥ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബിജു, എന്താണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്? പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് സ്പീക്കറുടെ സമീപനം എന്തായിരുന്നു? ഇന്ന് രാവിലെ തന്നെ നിയമസഭ കൂടുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായി. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പ്രത്യേകിച്ചും ഷുഹൈബിന്റെ കൊലപാതകം, അതോടൊപ്പം തന്നെ അട്ടപ്പാടി അഗളിയിൽ ആദിവാസി യുവാവായ മധുവിനെ ജനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് സഫീറിനെ കൊലപ്പെടുത്തിയ സംഭവം, ഈ കാര്യങ്ങളെല്ലാം തന്നെ സഭ നിർത്തിവെച്ചു. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം സഭ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പ്രധാനമായും മുന്നോട്ട് വച്ചത്. എന്നാൽ ഈ കാര്യങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് സഭയുടെ ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളിൽ സ്പീക്കർ കൈകടത്തുകയില്ല. അതേസമയം തന്നെ ചോദ്യോത്തരവേള സസ്പെൻഡുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് ചർച്ച നടത്തുന്ന കീഴ്വഴക്കം ഇല്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാമെന്നും സ്പീക്കർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 9:30 ശൂന്യവേളയിൽ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തേക്ക് വരികയും മണ്ണാർക്കാട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണാർക്കാട് സഫീറിന്റെ വധം, അതോടൊപ്പം തന്നെ ആദിവാസിയായ മധുവിന്റെ ആദിവാസിയായ മധുവിനെ ജനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ശംസുദ്ദീൻ നോട്ടീസ് നൽകിയ അടിയന്തര പ്രമേയം പിന്നീട് സഭ പരിഗണിച്ചു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിയമസഭയിൽ നടക്കുകയും മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഈ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, പ്രത്യേകിച്ചും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളത് പിശാചിന്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ കേരളത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകാൻ പോകുന്നത്. കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ എൻ ശംസുദ്ദീൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ സംഭവം ജനക്കൂട്ടത്തിന്റെ മാനസിക വൈകൃതത്തിന്റെ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം, അതായത് മധുവിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യം വനം വകുപ്പ്, അതുമാത്രമല്ല റിസർവ് വനത്തിലേക്ക് അതിക്രമിച്ച് ജനക്കൂട്ടം കയറിയ സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വനം വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യം കൂടി അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് സഫീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ CPIയുടെ ഗുണ്ടകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു ആരോപണം
ഷംസുദ്ദീൻ ഉന്നയിച്ചു. ഇത് സഭയിൽ വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനും ഇടയാക്കി. CPI അംഗങ്ങൾ പ്രതിഷേധിച്ചു. മുൻ മന്ത്രി കൂടിയായ C. ദിവാകരൻ ഈ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഏതായാലും ഇക്കാര്യം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് സ്പീക്കർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ബഹളം ശമിച്ചത്. ഏതായാലും ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ അപമാനകരമായ ഒരു സംഭവമാണ് മധുവിന്റെ കൊലപാതകത്തിലൂടെ ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്ത് വില കൊടുത്തും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുമാത്രമല്ല വനം വകുപ്പ് വനം നിയമപ്രകാരവും കൊലപാതക IPC നിയമപ്രകാരവും അതുപോലെ തന്നെ IT ആക്ട് അനുസരിച്ചും എല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള കേസ് മധുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ വനം വകുപ്പിനെതിരായ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ വനം പ്രിൻസിപ്പൽ വിജിലൻസ് PCF-നോട് ഇക്കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയാലുടൻ തന്നെ കുറ്റക്കാർക്കെതിരായ നടപടി അല്ലെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. മധുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ പട്ടികജാതി പട്ടികവർഗ ധനസഹായമായി 8.5 ലക്ഷം രൂപ കൂടി നൽകും. ഇതിന്റെ ആദ്യ ഗഡുവായ 4.25 ലക്ഷം രൂപ വനം മന്ത്രി ആ കുടുംബത്തിന് കൈമാറിക്കഴിഞ്ഞു. ബാക്കി 4.25 ലക്ഷം രൂപ കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സഫീറിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഗുണ്ടകളെ ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനമാകെ കുരുതിക്കളമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊലപാതകമാണ് നടക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി എല്ലാ പ്രശ്നങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനുശേഷം പ്രതിപക്ഷത്തിന്റെ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായി സുഹൈബിന്റെയും അതുപോലെ തന്നെ മധുവിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച പ്രതിപക്ഷം ഒരുപക്ഷെ നിയമസഭാ നടപടികൾ ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ബിജുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിക്കുകയും ചെയ്തു. മറ്റു വാർത്തയിലേക്ക്. നടി ശ്രീദേവിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി മുംബൈയിലെ സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബ്ബിൽ എത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ട് 3:30-ക്കാണ് സംസ്കാരം. ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്നലെ രാത്രിയാണ് മൃതദേഹം മുംബൈയിൽ എത്തിച്ചത്. 2 ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ രാത്രി 9:30-യോടെ പ്രത്യേക വിമാനത്തിലാണ് ശ്രീദേവിയുടെ ഭൗതിക ശരീരം മുംബൈയിൽ എത്തിച്ചത്. തുടർന്ന് മക്കളുടെയും ബന്ധുക്കളുടെയും അകമ്പടിയോടെ മൃതദേഹം മുംബൈയിലെ അന്തേരിയിലെ വസതിയിലെത്തിച്ചു. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കടന്നുപോകുന്ന വഴിയിൽ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ഇന്നു രാവിലെ 9:30 മുതൽ 12:30 വരെ അന്തേരിയിലെ ശ്രീദേവിയുടെ വസതിയായ ലോഖണ്ഡവാല കോംപ്ലക്സിന് സമീപമുള്ള സെലിബ്രേഷൻസ് ക്ലബ്ബിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തും. ഉച്ചയ്ക്ക് 2 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി പവൻ ഹാൻസിലെ വിലേ പാർലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. 3:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ. അതേസമയം ശ്രീദേവിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ദുബായ് പോലീസ് അവസാനിപ്പിച്ചു. ശ്രീദേവിയുടേത് അബദ്ധത്തിലുള്ള മുങ്ങിമരണമാണെന്ന ഫോറൻസിക് റിപ്പോർട്ട് ശരിവെച്ചാണ് പ്രോസിക്യൂഷൻ നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാധിക രാമസ്വാമി മുംബൈയിൽ നിന്ന്, ഒപ്പം ആതിര സുധാകരൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ആദ്യം രാധികയിലേക്ക്. രാധിക, കഴിഞ്ഞ 3 ദിവസമായി ആരാധകരുടെ കാത്തിരിപ്പാണ് മൃതദേഹം നാട്ടിലെത്താൻ വേണ്ടി. നേരത്തെ തന്നെ നിരവധി പേർ അവിടെ എത്തിയിരുന്നു, വസതിയിൽ തടിച്ചുകൂടുന്നു. ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? സംസ്കാര ചടങ്ങുകൾക്കുള്ള നടപടികളൊക്കെ പൂർത്തിയായോ? രാധിക കേൾക്കാമോ? രാധിക കേൾക്കാമോ? ഹലോ, ആതിര സുധാകരൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ആതിര, മുംബൈയിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? നിരവധി പേർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അഴകും അഭിനയവും ഒത്തുചേർന്ന നടി ശ്രീദേവി ലോകഹൃദയങ്ങളിൽ ഒരു കാലത്ത് സിനിമാ ലോകത്തെ താരറാണിക്ക് അന്ത്യാഞ്ജലി ചൊല്ലാൻ മുംബൈ നഗരം തയ്യാറെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മൃതദേഹമുള്ളത്
ലോക്കൻവാല ഗ്രീൻ ഏക്കേഴ്സിന് സമുച്ചയത്തിന് സമീപമുള്ള സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബ്ബിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇവിടേക്ക് ഇപ്പോൾ നിരവധി പേരാണ് പ്രിയ നടിക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഭൗതിക മൃതശരീരത്തിന് അടുത്തുണ്ട്. അതിന് നമുക്ക് മുംബൈയിലേക്കൊന്ന് പോകാം. മുംബൈയിൽ രാധിക രാമസ്വാമി ഉണ്ട്. രാധിക, കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എന്നറിയുന്നു. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അതെ, ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ബോഡി പൊതുദർശനത്തിന് വേണ്ടി സെലിബ്രേഷൻ ക്ലബിൽ വെച്ചിരിക്കുകയാണ്. വളരെ പ്രമുഖമായ നടന്മാർ ഇവിടെ വരുന്നുണ്ട്. തബു, സുഭാഷ് റായ്, അക്ഷയ് ഖന്ന, നീലിമ അസീം, സഞ്ജയ് കപൂർ, ജയപ്രദ, ആദിത്യ താക്കറെ ഓൾസോ, റോണി ക്രൂവാല, ഹേമമാലിനി, ഈഷ ദിയോൾ എന്നിവരാണ് ഇതുവരെ ഇവിടെ പൊതുദർശനത്തിന് വന്നിരിക്കുന്നത്. 10:30 മണിക്ക് ശേഷം ജനറൽ പബ്ലിക് ഫാൻസിന് വേണ്ടിയും പൊതുദർശനം ഉണ്ടാകും. ഇപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ട്സിന്, ഇൻഡസ്ട്രി ഫ്രണ്ട്സ് എല്ലാവരുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 9:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 12:30 മണി വരെ പൊതുദർശനം ഉണ്ടാകും. കുറെ പേര് എക്സ്പെക്റ്റഡ് ആണ് ഇവിടെ. ഇതിനുശേഷം ഒരു പ്രൊസഷൻ ഉണ്ടാവും. ചെറിയൊരു പ്രൊസഷൻ ആയിരിക്കും. ഇവിടുന്ന് ക്രിമേഷൻ ഗ്രൗണ്ട് 5 to 7 കിലോമീറ്റേഴ്സ് അവേ ആണ്. സോ അതുവരെയും പ്രൊസഷൻ ഉണ്ടാകും. 3:30 മണിക്കാണ് ക്രിമേഷൻ ഷെഡ്യൂൾ. രാധിക, ഒപ്പം ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തും ഒപ്പം ക്രിമേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നറിയുന്നു. അത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും ശ്രീദേവിയെ പോലെ വലിയൊരു സെലിബ്രിറ്റിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ ബന്ധുക്കളെത്തിയത്? ആക്ച്വലി വീടിന്റെ പുറത്തും പിന്നെ ഈ സെലിബ്രേഷൻ ക്ലബ് പൊതുദർശനം നടക്കുന്ന സ്ഥലം, ഈ സ്ഥലത്തിന്റെ പുറത്താണ് മീഡിയ അലൗഡ്. അകത്ത് മീഡിയ ഇസ് അലൗഡ്, പക്ഷെ ക്യാമറ ആൻഡ് ലൈവ് സോഴ്സസ്, അതായത് OB ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി അകത്താണ് ഇപ്പോൾ, സെലിബ്രേഷൻ ക്ലബിന്റെ അകത്താണ്. ഒരു മീഡിയ ഒരു ടെന്റ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ലൈവ് യൂണിറ്റ് അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല. റെക്കോർഡ് ചെയ്യാം, പക്ഷെ ഇവിടുന്ന് ലൈവ് വിഷ്വൽസ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഉള്ള റൂള്. സോ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അകത്താണ്. പുറത്തുള്ളവർക്കാണ് കൂടുതൽ വിഷ്വൽസ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് ക്രിമേഷൻ ഗ്രൗണ്ടിലും അകത്തേക്ക് അലൗഡ് അല്ല. പുറത്ത് കിട്ടുന്ന വിഷ്വൽസ് ആൻഡ് പുറത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റൂളാണ് ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം രാധിക, നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസമായി ആരാധകരും ഒപ്പം ശ്രീദേവിയുടെ പ്രിയപ്പെട്ടവരും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു മൃതദേഹം എത്താനും ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടക്കാനും ഒക്കെ. അന്നു മുതൽ പ്രമുഖർ, കമൽഹാസനും രജനീകാന്തും അമിതാഭ് ബച്ചനും അടക്കമുള്ള പ്രമുഖർ അനിൽ കപൂറിന്റെ വസതിയിലും കാത്തിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ 3 ദിവസം കഴിഞ്ഞ് മൃതദേഹം എത്തിയതിന്റെയൊക്കെ ഒരു പ്രകടനമൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ രംഗങ്ങൾ? അതെ, ഇന്നലെ ഇൻഫാക്ട് ഒരു 10:30 മണിക്കാണ് മൃതദേഹം വന്നത് ഇതിലേക്ക്. ആ സമയത്ത് വീട്ടിന്റെ പുറത്ത് കുറെ ജനങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് അബൌട്ട് 100 to 200 people were outside that particular building where the body was kept. അതല്ലാതെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിപ്ലോയ്മെന്റ് ഓഫ് പോലീസ്, ഡിപ്ലോയ്മെന്റ് ഓഫ് പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്. സോ ഇന്നലെ ഇൻഫാക്ട് ബോഡി വന്ന ശേഷം കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാർ ഇന്ന് രാവിലെയും കൂടിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇൻഫാക്ട് പൊതുജനങ്ങളൊക്കെ 10:30 മണിക്കാണ് ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി വിളിക്കാൻ പോകുന്നത്. സോ ഇൻഡസ്ട്രിയിലെ ആൾക്കാരല്ലാതെ, ഫ്രണ്ട്സ്, ഫാമിലി അല്ലാതെ പൊതുജനങ്ങൾക്കും ഇവർ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ഫോർ ഫൈനൽ ദർശൻ. സോ അതെ, 72 മണിക്കൂറിന് ശേഷമാണ് ശ്രീദേവിയുടെ മൃതദേഹം ഫൈനലി മുംബൈയിൽ വന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇമോഷണൽ മൊമെന്റ് ഫോർ ദ ഫാമിലി. ഇൻഫാക്ട് ഇന്നലെ ഇറ്റ് വാസ് എ പ്രൈവറ്റ് മൊമെന്റ് ബിക്കോസ് ആ കോൺവോയിൽ ഓൺലി വെരി ഫ്യൂ ഫാമിലി മെമ്പേഴ്സ് വർ ദേർ. അതായത് അനിൽ കപൂർ, ഓഫ്കോഴ്സ് ബോണി കപൂർ വാസ് ദേർ, പിന്നെ 2 കുട്ടികൾ, പിന്നെ സഞ്ജയ് കപൂർ, ഇവരൊക്കെയാണ് കോൺവോയിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രൈവറ്റ് മൊമെന്റ് ആയിരുന്നു ഇന്നലെ രാത്രി. ഇപ്പോൾ
അഫ്കോഴ്സ് പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് മൃതദേഹം. ഇതിനുശേഷം ക്രിമേഷൻ ഗ്രൗണ്ടിൽ 3:30 മണിക്ക് ഫൈനൽ റൈറ്റ്സ് വിൽ ടേക്ക് പ്ലേസ്. നന്ദി രാധിക രാമസ്വാമി, വിശദമായ വിവരങ്ങൾ നൽകിയതിന്. മുംബൈയിൽ നിന്ന് രാധികയാണ് ചേർന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ആതിര സുധാകരനും ചേരുന്നു. ആതിര, നേരത്തെ രാധിക പറഞ്ഞതുപോലെ സെലിബ്രേഷൻ ക്ലബിന്, സ്പോർട്സ് ക്ലബിനുള്ളിലാണ് രാധിക ഉള്ളത്. രാധിക പറയുന്നത് വലിയ ക്രൗഡാണ് അവിടെ, വലിയ ജനത്തിരക്കുണ്ട്. ഇനി പൊതുജനങ്ങൾക്കുള്ള ദർശനവും ഇതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എന്തായാലും 12:30 മണിക്ക് തന്നെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ കൃത്യസമയത്ത് നടക്കും എന്ന് തന്നെ കരുതാമോ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും സംസ്കാര ചടങ്ങുകൾ കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ അറിയിച്ചിരുന്നത് 9:30-ക്ക് ഇപ്പോൾ ലോഖണ്ഡ്വാല ഗ്രീൻ ഏക്കേഴ്സ് സമുച്ചയത്തിന് സമീപമുള്ള സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബ്ബിൽ എത്തിക്കുമെന്നായിരുന്നു. പക്ഷേ 9 മണിയോടുകൂടി തന്നെ മൃതദേഹം സ്പോർട്സ് ക്ലബ്ബ് ഈ സെലിബ്രേഷൻ ക്ലബ്ബിൽ എത്തിച്ചു. അപ്പോൾ തൊട്ട് തന്നെ നിരവധി ആരാധകർക്കും അതുപോലെ തന്നെ സിനിമാ താരങ്ങൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബിലാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. 12:30 വരെയാണ് പൊതുദർശന സമയം. ഇത് 12:30 മുതൽ 2 മണി വരെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള സമയമാണ്. ഇപ്പോൾ 10:30 മുതൽ പൊതുജനങ്ങൾക്കും ശ്രീദേവിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ, ശ്രീദേവിയെ ഒരു നോക്ക് അവസാനമായി കാണാനുള്ള അവസരം പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതിനുശേഷം 2 മണിയോടുകൂടിയാണ് വിലാപയാത്രയായി മൃതദേഹം സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോവുക. ഈ പ്രത്യേകം സജ്ജീകരിച്ച പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പ്രത്യേക വാഹനത്തിൽ 100 കണക്കിന് ആരാധകരുടെ അകമ്പടിയോട് കൂടിയായിരിക്കും മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വിലാപയാത്ര പുറപ്പെടുക. 2 മണിക്കാണ് ആരംഭിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മുംബൈയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് നിരവധി ആളുകളാണ് അവസാനമായി ശ്രീദേവിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മൃതദേഹം മുംബൈയിൽ എത്തിച്ചപ്പോൾ മുതൽ വിമാനത്താവളത്തിൽ തൊട്ട് ആ വാഹനത്തെ അകമ്പടി സേവിച്ച നിരവധി ആളുകളാണ് വഴിയരികിലും ഒക്കെ ശ്രീദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരുന്നത്. ഇന്നലെ രാത്രി 9:00 മൃതദേഹം മുംബൈയിലെ വസതിയിൽ എത്തിച്ചേർന്നു. ഇവിടെയും അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി നിരവധി ആരാധകർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയാണ് മുംബൈയിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ ഏജൻസികൾ ആണ് ഈ വീടിന്റെ പരിസരത്തും അതുപോലെ തന്നെ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സ്പോർട്സ് ക്ലബിന് ഏറ്റവും മുമ്പിലും സ്വകാര്യ ഏജൻസികളാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇതിന് പുറത്തേക്കാണ് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആരാധകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ കണക്കിലെടുത്ത് ഏറ്റവും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2 മണിയോടുകൂടി വിലാപയാത്രയിലും നിരവധി ആരാധകർ ഒഴുകിയെത്തുമെന്ന ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി 3:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. ഇപ്പോൾ മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ ബോണി കപൂർ, മക്കളായ ജാൻവി, ഖുഷി, ബോണി കപൂറിന്റെ മകൻ അർജുൻ കപൂർ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ഈ സെലിബ്രേഷൻ ക്ലബിന് ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ സിനിമാ രംഗത്തെയും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് പൊതുദർശനത്തിന് എത്തുമെന്ന് അറിഞ്ഞതു മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ ഈ സെലിബ്രേഷൻ ഹാളിന് പുറത്തായിട്ട് നിരവധി ആളുകളാണ് ശ്രീദേവിയെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. 10:00-ക്ക് ശേഷം സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകരും നിരവധി രാവിലെ മുതൽ തന്നെ ഈ സെലിബ്രേഷൻ ക്ലബിന് മുന്നിൽ ക്യൂവിൽ നിൽക്കുകയാണ്. 12:30 മുതൽ 2 മണി വരെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ വലിയൊരു മാധ്യമ പട തന്നെ ഈ സെലിബ്രേഷൻ ഹാളിന് പുറത്തും അതുപോലെ തന്നെ ശ്രീദേവിയുടെ വസതിക്ക് മുന്നിലും ഉണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നലെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുംബൈ നഗരം ഒരു കാലത്ത് ബോളിവുഡ് ലോകത്തിന്റെ താരസുന്ദരിക്ക് യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടിയിട്ട് മുംബൈ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആതിര സുധാകരനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഷുഹൈബ് വധക്കേസിൽ പ്രതികൾ ഉപയോഗിച്ച ഒരു കാർ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മട്ടന്നൂർ സ്വദേശി ജിജിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പിടികൂടിയത്. എടയന്നൂരിൽ എത്താനും ഷുഹൈബിനെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനും പ്രതികൾ ഉപയോഗിച്ചത് ഈ വാഹനമായിരുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഖിലാണ് കാർ ഓടിച്ചിരുന്നത്. ഷുഹൈബിനെ ആക്രമിച്ച ശേഷം ആകാശ് തെല്ലങ്കേരിയും രജിൻ രാജുവും എത്തിയതും ഈ കാറിലായിരുന്നു.
അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കും. സർവീസ് അതോറിറ്റിയുടെ ചുമതലയുള്ള ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ നൽകിയ കത്ത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കാനാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. പരിഷ്കൃത സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കിയ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്തിലെ ആവശ്യം. സർക്കാർ ഏജൻസികൾ മുഖേനയും മറ്റ് സംഘടനകളുമായി ചേർന്നും സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ടും വിശന്നിട്ടാണ് മധു ഭക്ഷണ പദാർത്ഥങ്ങൾ മോഷ്ടിച്ചത് എങ്കിൽ സ്ഥിതി ഗൌരവതരമാണ്. സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഫലം കാണുന്നില്ല എന്നാണ് വ്യക്തമാകുന്നതെന്നും കത്തിൽ പറയുന്നു. ഊരുകളിൽ ഇന്നും വറുതി. സംസ്ഥാനത്തെ പട്ടികജാതി വർഗ ക്ഷേമത്തിനായി കോടികൾ ചെലവഴിച്ചു എന്ന് വിവിധ സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ദുരിത ജീവിതമാണ് ഇന്നും ഇവർ നയിക്കുന്നത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഇവരുടെ ക്ഷേമത്തിനായി ചെലവഴിച്ച തുക 23,000 കോടിയോളം രൂപയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ 30,39,573. 2001 മുതൽ 2017 വരെ പട്ടികജാതി ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് 12,208 കോടി 10 ലക്ഷം രൂപ. സംസ്ഥാനം നൽകിയത് 7,888 കോടി 79 ലക്ഷം. ആകെ ചെലവാക്കിയ തുക 20,096 കോടി 89 ലക്ഷം രൂപ. ഒരാൾക്ക് ശരാശരി 1,00,000 ലക്ഷം രൂപയ്ക്ക് മേലെ ചെലവഴിച്ചുവെന്നാണ് കണക്ക്. പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ഈ കാലയളവിൽ 4,84,839. കഴിഞ്ഞ 17 വർഷം ചെലവഴിച്ച തുക 2,731 കോടി 48 ലക്ഷം രൂപ. ഈ കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് യാതൊരു എന്തെങ്കിലും ബെനിഫിറ്റ് സർക്കാരിൽ നിന്ന് കിട്ടുന്നത് അവരുടെ ജീവിത നിലവാരം ഇപ്പോഴും ഏറ്റവും വളരെ താഴ്ന്നതിൽ വെറും പ്ലാസ്റ്റിക് ഷീറ്റുകൾ മറച്ച വീടുകളിൽ ഏറ്റവും ദയനീയമായ സ്ഥിതിയിൽ അവർ ജീവിതം നയിക്കുന്നതായിട്ട് കണ്ട്. കണക്കിലെ ഈ കോടികൾ ഇരുവിഭാഗങ്ങൾക്കും ലഭിച്ചില്ലെന്നാണ് ഇവരുടെ സമകാലിക ജീവിതം തെളിയിക്കുന്നത്. ആളൊന്നിന് ലക്ഷം രൂപ ചെലവഴിച്ച നാട്ടിലാണ് മധുവും ജീവിച്ചത്. സർക്കാർ ഖജനാവിൽ നിന്നും ഈ തുക ചെലവഴിച്ചിട്ടുമുണ്ട്. ഈ തുക എവിടേക്ക് പോയെന്ന് കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും സർക്കാരിനുമുണ്ട്. SC/ST വിഭാഗത്തിന് കോടികൾ ചെലവഴിച്ച നാട്ടിലാണ് മധുവെന്ന ആദിവാസി യുവാവ് പട്ടിണി മൂലം കൊല്ലപ്പെട്ടത്. ഈ ജനവിഭാഗത്തിനായി ചെലവഴിക്കപ്പെടുന്ന തുക അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. അഗസ്ത്യവനത്തിലെ കൈതോട് സെറ്റിൽമെന്റിലെ പരപ്പിയുടെ ജീവിതത്തിലുണ്ട് കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ മുഴുവൻ ദൈന്യതയും. പണിതീരാത്ത പുറത്തറയ്ക്ക് അടുത്ത് ഒറ്റമുറി ഈറ്റക്കുടലിൽ സർക്കാർ സഹായം പ്രതീക്ഷിച്ച് കഴിയുകയാണ് പരപ്പിയും മകളും. കാടിനു നടുവിൽ ഈറ്റമേഞ്ഞ ഒറ്റമുറിക്കുടലിലാണ് പരപ്പി എന്ന ആദിവാസി സ്ത്രീയുടെ ജീവിതം. സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീടാണ് ഈ വൃദ്ധയുടെ സ്വപ്നം. ടൈം കിട്ടിയിട്ടില്ല. കാശുകളൊക്കെ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കും. എല്ലാ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് തന്നെ ഇപ്പോൾ. മഴയോ കാറ്റോ വന്നാൽ പരപ്പിക്ക് പേടിയാണ്. ഈറ്റക്കുടിൽ അങ്ങനെ തന്നെ നിലം പൊത്താം. രാത്രി വന്യജീവികളുടെ ശല്യമാണ് മറ്റൊരു വെല്ലുവിളി. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് വീടിന് അടിത്തറ നിർമ്മിച്ചു. മട്ടം കെട്ടാനുള്ള പൈസ, ഇനി വാർപ്പിനുള്ള പൈസ, ഇത് മട്ടം കെട്ടി കാണിച്ച് സ്വന്തമായിട്ട് വാർത്ത് കാണിച്ചാലേ ആ പൈസ നമുക്ക് കിട്ടുള്ളൂ. ഓട്ടം എടുത്തോണ്ട് കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ അത് 30,000 രൂപ ആദ്യം കിട്ടി. ഇപ്പോൾ 1,70,000 രൂപ ഉണ്ടെന്ന് പറയുന്നേ. എല്ലാം തീർത്ത് കിട്ടിയില്ല. അത് ഭർത്താവും 2 മക്കളും നേരത്തെ മരിച്ചു. ശേഷിക്കുന്ന മകൾ കൂലിപ്പണിക്ക് പോകുന്നതാണ് ഏക വരുമാനം. അട്ടപ്പാടിയിലെ മധുവിന്റെ മരണമൊന്നും പരപ്പി അറിഞ്ഞിട്ടില്ല. ഒരു വാർത്തയും എത്താത്ത ലോകത്താണ് ഇവരുടെ ജീവിതം. അറിഞ്ഞില്ല അറിയാതെ നമ്മൾ അറിഞ്ഞെങ്ങനെ പറയൂ. ആദിവാസി ക്ഷേമത്തിനായി ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ അർഹരിലെത്തുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പരപ്പിയുടെ കാത്തിരിപ്പ്. ഇങ്ങനെ 100 കണക്കിന് പരപ്പിമാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ക്യാമറാമാൻ ആർ പ്രിയനൊപ്പം പ്രദീപ് സിംഗ്, ന്യൂസ് 18, തിരുവനന്തപുരം. മണ്ണാർക്കാട് ഹർത്താലിനോടനുബന്ധിച്ച് കരുതൽ തടങ്കലിൽ വെച്ചവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് റിയാസ് നാലകത്താണ് മുഖ്യ പ്രതി. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കരുതൽ തടങ്കലിൽ വെച്ചവരെ ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയ കേസിലാണ് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് നാലകത്തിനെ 1-ാം പ്രതിയാക്കി പോലീസ് 50 പേർക്കെതിരെ കേസെടുത്തത്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുക, ജോലി തടസ്സപ്പെടുത്തുക, പോലീസുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് ആദ്യത്തെ കേസ്. കേസിൽ 25 വരെ CCTV ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ ലീഗ് നേതൃത്വത്തിനും UDF നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. മണ്ണാർക്കാടുണ്ടായ കൊലപാതകത്തിൽ ഉള്ള ഒരു പ്രതിഷേധം, അതിലുള്ള ശക്തമായിട്ടുള്ള ഒരു വികാരം,
ആ ഹർത്താലിനുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഹർത്താലിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുക, ആക്രമിക്കുക, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക, അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് കോട്ടയ്ക്കൽ നടന്ന ഒരു ഹർത്താലിൽ അന്ന് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിനെ ഞാൻ ശക്തിയായി അപലപിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വാണിംഗ് നൽകുകയും ചെയ്തു. ദേശീയപാതയിൽ അമൃത TV വാഹനം തടഞ്ഞു നിർത്തി തല്ലിത്തകർത്ത സംഭവത്തിലും റിയാസ് നാലകത്ത് ഉൾപ്പെടെ 15 പേർ പ്രതികളാണ്. മണ്ണാർക്കാട് ലീഗ് പ്രവർത്തകനായ സഫീർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഹർത്താലിലാണ് വ്യാപക ആക്രമണം നടന്നത്. ന്യൂസ് 18 പാലക്കാട്. CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ദീപശിഖ, കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് മലപ്പുറത്ത് സംഗമിക്കും. നാളെ രാവിലെ CPI ദേശീയ ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPI 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിരീക്ഷകരും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ 570 പേരാണ് പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ഇന്ന് മലപ്പുറത്ത് സംഗമിക്കും. നാളെ രാവിലെ ദേശീയ ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പൊതുചർച്ചയും നടക്കും. മാർച്ച് 4-നാണ് പുതിയ സംസ്ഥാന കൗൺസിലിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പ്. നിലവിൽ കാനം രാജേന്ദ്രൻ തന്നെ തുടരാനാണ് സാധ്യത. വൈകിട്ട് ബഹുജന റാലിയും പൊതുസമ്മേളനവും ചുവപ്പുസേന മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് 2-ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സെമിനാറിൽ കാനം രാജേന്ദ്രനാണ് അധ്യക്ഷത വഹിക്കുന്നത്. മാർച്ച് 2-ന് ഇടതുപക്ഷം പ്രതീക്ഷയും സാധ്യതകളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. KM മാണിയുടെ കാര്യത്തിൽ CPI അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സെമിനാർ ഏവരും ഉറ്റുനോക്കുകയാണ്. മലപ്പുറത്തു നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. നിയമസഭ ഇന്നും പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നിയമസഭ പിരിയാൻ തീരുമാനിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെയും അട്ടപ്പാടിയിലെ മധുവിന്റെയും കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അരുൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, തുടർച്ചയായ 3ാമത്തെ ദിവസവും സഭ സ്തംഭിച്ചിരിക്കുന്നു. ഇന്ന് എന്താണ് സംഭവിച്ചത്? 3 കൊലപാതക കേസുകൾ അന്വേഷണം ശരിയല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ 3ാം ദിവസവും നിയമസഭ സ്തംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നേരത്തെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത് തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്താതെ പകരം പ്രതിഷേധവുമായി സഭയുടെ നടുത്തത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. തുടർന്നായിരുന്നു തുടർച്ചയായ 3ാം ദിവസവും സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയാൻ സ്പീക്കർ തീരുമാനിച്ചത്. ഇത് ചൊവ്വാഴ്ച മാത്രമാണ് സഭ ചേരുന്നത്. CPIയുടെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ആരംഭിക്കുകയാണ് നാളെ. അതുകൊണ്ട് തന്നെ ഇനി അതിനുശേഷം മാത്രമേ സഭ ചേരൂ. ആ ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്ത് പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഒരു കൊലപാതക കേസുകളിലും പ്രതികളെ സർക്കാർ സംരക്ഷിക്കില്ല എന്നായിരുന്നു. മധുവിന്റെ സംഭവം സംസ്ഥാനത്തിനാകെ നാണക്കേട് ഉണ്ടാക്കിയ വിഷയമാണ്. മധുവിനെ ആക്രമിച്ചത് ആരെന്നത് സർക്കാരിന് പ്രശ്നമില്ല. പ്രതികളുടെ ബന്ധത്തെക്കുറിച്ചും സർക്കാർ കാര്യമാക്കുന്നില്ല. ഉത്തരേന്ത്യയിലെ സ്ഥിതി ഉണ്ടെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചത്. ആൾക്കൂട്ട നീതി നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന ആശങ്കയും പ്രതിപക്ഷം പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അടിച്ചമർത്തണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഒരു പാർട്ടിയും ഈ സംഭവത്തെ സംസ്ഥാനത്ത് പിന്താങ്ങിയിട്ടില്ല. കേരളം ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ ഈ കൊലപാതകങ്ങളെ അപലപിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും മധുവിന്റെ കൊലപാതകത്തെ അപലപിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മധുവിന്റെ കൊലയ്ക്ക് കൂട്ടുനിന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷം ഇന്ന് സഭയിൽ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ മധുവിന്റെ കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. പക്ഷേ അത്തരമൊരു ആവശ്യത്തോട് സർക്കാർ അനുകൂലമായി ഇതുവരെയും പ്രതികരിച്ചില്ല. സഫീറിന്റെ കൊലപാതകത്തെ ലീഗ് പ്രവർത്തകരായ സഫീറിന്റെ കൊലപാതകത്തെ ചെറുപ്പക്കാർ തമ്മിലുള്ള തർക്കമായ പ്രശ്നമായി മാത്രമാണ് സർക്കാർ കാണുന്നത്. ഇത് എങ്കിലും ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPI 1.5 വർഷം മുമ്പ് പാർട്ടിയിലെടുത്ത ഗുണ്ടകളാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ പിന്നെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അത്തരം ആരോപണങ്ങളെ CPI മന്ത്രി PS സുനിൽകുമാറും മുതിർന്ന നേതാവ് C. ദിവാകരനും തള്ളിക്കളഞ്ഞു. CPI ഒരു തരത്തിലും കൊലയാളികളെ പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടിയിൽ ആള് കുറയുമ്പോൾ ഗുണ്ടകളെ കൂട്ടി പാർട്ടി വിപുലപ്പെടുത്തുകയാണ് CPI എന്നും ഷംസുദ്ദീനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇത്തരം CPIക്കെതിരെ വരുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന രേഖകൾ നീക്കണമെന്ന് CPI നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. കൊലയാളികളെ CPI സംരക്ഷിക്കില്ല. ഗുണ്ടകളെ ചേർത്ത് പാർട്ടി വലുതാക്കുന്ന പ്രസ്ഥാനമല്ല CPI എന്നും CPI നേതാക്കൾ പറഞ്ഞു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഇതുവരെ അറിയപ്പെട്ടതെങ്കിൽ ഇപ്പോൾ പിശാചിന്റെ നാടായി മാറുന്നു എന്ന ആശങ്കയും പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചു. ജനക്കൂട്ട നീതി
കേരളത്തിലും വരുന്നു. ഭരണം നടത്തുന്നത് കൊലപാതകം കലയായി എടുത്തവരാണ്. യദോ രാജ തദോ പ്രധ എന്നിവയാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ പോകുന്നത്. രണ്ട് പ്രമുഖ പാർട്ടികളും കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. AYFന്റെ പ്രതിഷേധത്തെ തുടർന്ന് പുനലൂരിൽ പ്രവാസി വ്യവസായി കൊല്ലപ്പെട്ട സംഭവവും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലപാതകമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഷുഹൈബിന്റെ കൊലപാതകത്തെ അപലപിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സഫീറിന്റെ കൊലപാതകത്തെ അപലപിക്കാൻ തയ്യാറായിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വനം ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാൻ ഇതിനകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ വനം മന്ത്രിയും പറഞ്ഞു. മധുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അരുൺ, ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പുറത്ത് നിയമസഭയ്ക്ക് പുറത്തേക്കെത്തി മുദ്രാവാക്യം വിളി നടത്തുകയാണ്. പ്രമുഖ പ്രതിപക്ഷ നേതാക്കളിലൊക്കെ ഉണ്ട് മുൻനിരയിൽ. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മധുവിന്റെ കൊലപാതകം, ഒപ്പം ലീഗ് പ്രവർത്തകൻ ഷഫീറിന്റെ കൊലപാതകം, ഇവയൊക്കെ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ 3 ദിവസമായി പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. കേരളം കൊലപാതകരുടെ പറുദീസയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ആർക്കും ആരെയും വെട്ടിക്കൊല്ലാം, ആർക്കെതിരെയും ബോംബെറിയാം, ഇവിടെ ജനക്കൂട്ടത്തിന് ആരെയും കൊല്ലാം. ഈ സ്ഥിതിവിശേഷം അത്യന്തം ഗൗരവതരമായ ഒന്നാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, ഭരണകൂടത്തിന്റെ നിശ്ചലാവസ്ഥ, ഇവിടെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു. അതൊന്നും ചർച്ച ചെയ്യാൻ കഴിയാതെ ഇവിടെ ഗവൺമെന്റ് എല്ലാത്തിനെയും വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറ്റ് വാഷിങ്ങിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഷുഹൈബിന്റെ കൊലപാതകം പ്രതികളെ ആരാണ് എന്നെല്ലാം കേരളത്തിലും ജനങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഷുഹൈബിന്റെ കൊലപാതകളെ സംരക്ഷിക്കാനുള്ള ശ്രമം, അതോടൊപ്പം ഷഫീറിന്റെ കൊലപാതകം, 3 തവണ ഷഫീറിന്റെ കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായിട്ടും പോലീസ് ഒരു ചെറിയ പെറ്റി കേസ് പോലും എടുത്തില്ല. അതിന്റെ ഫലമായിട്ടാണ് ഈ കൊലപാതകം ഉണ്ടായത്. 24 വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരനെ ഭീകരമായി കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദി കേരള പോലീസാണ്. നമ്പർ 1 ഉത്തരവാദി കേരള പോലീസാണ്. മുൻകാലത്തുണ്ടായ കൊലപാതക ശ്രമങ്ങൾക്ക് നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ഷഫീർ കൊല്ലപ്പെടില്ലായിരുന്നു. അതുപോലെയാണ് പാവപ്പെട്ട നിരാലംബനായ മധുവിന്റെ കൊലപാതകം. ഇവിടെയൊക്കെ ഇത് നടത്താൻ ആളുകൾക്ക് ധൈര്യം കൊടുക്കുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്, സർക്കാർ ഇല്ലാത്തത് കൊണ്ടാണ്. കഴിവുള്ള, ശക്തിയുള്ള, ഇത്തരം നടപടികളെ അടിച്ചമർത്താൻ കഴിയുന്ന ഭരണകൂടത്തിന്റെ അഭാവമാണ് മോബ് ലിഞ്ചിങ് അടക്കം, ജനക്കൂട്ടം ആളുകളെ കൊല്ലുന്ന അടക്കം ഉള്ള കൊലപാതകങ്ങളുടെ ഘോഷയാത്ര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ സഭ നിർത്തിവെക്കാൻ നിർബന്ധിതരായത്. ഈ 3 കാര്യങ്ങളിലും ഇവിടെ പറഞ്ഞ പോലെ ഷുഹൈബിന്റെ കാര്യത്തിലായാലും സഫീറിന്റെ കാര്യത്തിലായാലും മധുവിന്റെ കാര്യത്തിലായാലും അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. ഉദാഹരണത്തിന് ഷുഹൈബിന്റെ കൊലപാതകം നടക്കുമെന്ന് തലേ ദിവസം തന്നെ മുദ്രാവാക്യം വിളിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു കൊലപാതകം നടത്താൻ കഴിഞ്ഞപ്പോൾ പോലീസ് എന്തുകൊണ്ട് അവിടെ നിഷ്ക്രിയമായി നിന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. രണ്ടാമത് സഫീറിന്റെ കാര്യത്തിൽ സഫീറിന് ഈ വെല്ലുവിളി ഉണ്ട് എന്നുള്ളത്, അവരുടെ കുടുംബത്തിന്റെ നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് സുവ്യക്തമായിരുന്നു. പല ഘട്ടങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, വീട്ടിന് നേരെ ബോംബേറുണ്ടായിട്ടുണ്ട്. എന്നിട്ടും പോലീസ് അത് തടയുന്നതിനും ആ കൊലപാതകം തടയുന്നതിനു വേണ്ടി ഒരു വിരൽ പോലും അനക്കിയില്ല. അതുപോലെ തന്നെ മധുവിന്റെ കാര്യത്തിലും ഇവിടെ എല്ലാ പ്രതികളും പിടിക്കപ്പെടണമെന്ന് നമ്മൾ പറയുമ്പോഴും അതിന്റെ തുടക്കക്കാരായിട്ടുള്ള ഫോറസ്റ്റിനെയും അതിന്റെ അവസാന ഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള പോലീസിനെയും മറന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പ്രതികൾ എന്ന് പറയുമ്പോൾ എല്ലാ പ്രതികളും, നമ്മൾ ഒരു പ്രതിയെയും ഇവിടെ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
എല്ലാ പ്രതികളെയും. ഈ ചെയ്ത മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത് കേരളത്തിന് അപമാനമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന മോബ് ലിഞ്ചിങ് ഇവിടെ നടന്നിരിക്കുന്നു. മോബ് ലിഞ്ചിങ്ങിന് പറ്റിയ ഒരു കാലാവസ്ഥ കേരളത്തിന് എങ്ങനെ ഉണ്ടായി? കാരണം പോലീസ് ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് ജനങ്ങളെത്തിയിരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ പോലീസ് ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യം ഇവിടെയുള്ള ഗുണ്ടകൾക്ക് വന്നിരിക്കുന്നു, പാർട്ടിയിലെ ഗുണ്ടകൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം നേരെ ചൊവ്വേ പോകുന്നു, എല്ലാ അന്വേഷണവും കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ലഘൂകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് CM മാറിയിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം പമ്പേ പരാജയമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ നിഷ്ക്രിയമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഇരിക്കുന്ന കാലത്തോളം ഈ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ തന്നെ പോകൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നും സ്തംഭിച്ചു. നിയമസഭാ സമ്മേളനം ഇന്നും പിരിഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതിന് തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്രിപുരയിൽ BJP അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പ്രവചനങ്ങൾ. ന്യൂസെക്സ് ജൻ കി ബാത് സർവേയും ആക്സിസ് മൈ ഇന്ത്യ സർവേയുമാണ് BJP കേവല ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിക്കുന്നത്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടർ സർവേ ഫലം. ന്യൂസെക്സ് സർവേ പ്രകാരം BJP സഖ്യത്തിന് 35 മുതൽ 45 വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ CPIM 14 മുതൽ 23 വരെ സീറ്റുകളിൽ ഒതുങ്ങും. ആക്സിസ് പോൾ സർവേ പ്രകാരം BJPക്ക് 44 മുതൽ 50 വരെ സീറ്റുകൾ ലഭിക്കും. CPMന് നേടാൻ കഴിയുക 9 മുതൽ 15 വരെ സീറ്റുകൾ. അതേസമയം വോട്ടർ സർവേ CPMന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു. CPIMന് 26 മുതൽ 34 വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ BJPക്ക് 24 മുതൽ 32 വരെ സീറ്റുകൾ ലഭിക്കും. മേഘാലയയിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം നേടാൻ ആകില്ലെന്നാണ് സർവേ ഫലം. നാഗാലാൻഡിൽ BJP അധികാരത്തിൽ വരുമെന്നും സർവേകൾ പ്രവചിക്കുന്നു. 7 വർഷമായി തുടരുന്ന സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ കണ്ണീർ കാഴ്ചകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയെ. സിറിയൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇരമ്പുന്നത്. കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. പരിഹാരം കാണാത്ത ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ നേർസാക്ഷ്യങ്ങൾ. ൽ ആരംഭിച്ച സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന് ഇതുവരെയും അന്ത്യമില്ലാതെ തുടരുമ്പോൾ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയായത് കുട്ടികളാണ്. നിസ്സഹായരായ ഈ കുരുന്നുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് സമൂഹ മാധ്യമങ്ങൾ പ്രതിഷേധ സ്വരമുയർത്തുന്നത്. സർക്കാരിനെ അനുകൂലിക്കുന്ന റഷ്യയുടെ പിന്തുണയോടെ 1 മാസത്തേക്ക് സിറിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും തുടരുന്നതും സ്ഥിതി ഗുരുതരമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.